ഇത് അനക്കിട്ടിട്ട് കല്ല് തന്ന പണിയാണ്. ഓളെ നമ്മൾ വിടാനൊന്നും പോണില്ല. ഓൾക്കൊരു അടാറ് പണി കൊടുത്തേ പറ്റൂ. ഉണ്ടായിക്കടി പെണ്ണെ. കുറച്ചു കുട്ടികൾ എന്നെ നോക്കി ചിരിച്ചു വിചാരിച്ചിട്ട് എന്ത് സംഭവിക്കാൻ പോണത്? പാറക്കുട്ടിക്ക് ഞങ്ങളില്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ? സ്കൂളിലെ മുഴുവൻ കുട്ടികൾ എന്നെ കളിയാക്കി ചിരിച്ചാലും അതിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. അല്ല പിന്നെ ഓരോട് പോയി പണിയൊക്കെ പറയും. നാളത്തെ ഇഫ്താർ പാർട്ടി കോമ്പറ്റീഷനിൽ നമ്മൾ കപ്പടിച്ചാലേ ഈ കളിയാക്കിയ കുട്ടികൾ മുഴുവൻ നമുക്ക് വേണ്ടി കൈയടിക്കും പാറക്കുട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കപ്പടിക്കണം. ഞാനില്ല നാളത്തെ നോമ്പർക്ക്, നിങ്ങൾ പോയിക്കോ. ഇത് കാണുമ്പോഴാണ് ഇച്ച് ദേഷ്യം വരുന്നത്. ഓളുടെ ഒരു കരച്ചില്. പാറക്കുട്ടി ചിരിക്കടി. ചിരിക്ക് പാറക്കുട്ടി, നീ കരയുമ്പോ ഞങ്ങൾക്ക് സങ്കടം വരിക. ഇങ്ങനെ കരഞ്ഞോണ്ടെന്നാലേ ഞാൻ വല്യപ്പാനെ വിളിക്കും. എന്നിട്ട് എന്റെ കൂടി തന്നെ പോവാൻ നിൽക്കുക. എന്താണ് അനക്ക് മാത്രം കാര്യം വയ്ക്കുള്ളൂ എന്റെ വിചാരം? അമ്മുകുട്ടിയെ ഓടിപ്പോളെ, ആമിക്കുട്ടിയെ തോളിലിട്ടിട്ട് കരഞ്ഞോടി അങ്ങോട്ട്. ആടിപെണ്ണെ ഓർക്കരങ്ങ് കരി. നീലമ്മയും ബാലചനും നാട്ടിലെ മൊത്തം കിട്ടുവരട്ടെ. അപ്പൊ ഓരെന്തിനാ കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ നമുക്ക് സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അപ്പൊ നീലമ്മക്ക് ബാലചനൊക്കെ സങ്കടം വരും. അതാണ് നമുക്ക് വേണ്ടത്. കരയിടി പെണ്ണുങ്ങളെ. ബിരിയാണി ഉണ്ടാവും, പത്തരി ഉണ്ടാവും, ചട്ടിപ്പത്തിരി ഉണ്ടാവും, സമോസ ഉണ്ടാവും, ജ്യൂസ് ഉണ്ടാവും, നാരങ്ങാവെള്ളം ഉണ്ടാവും. അയ്യോ, ഇതൊക്കെ നമുക്ക് തിന്നാൻ പറ്റോ? പിന്നെ നോമ്പ് വെക്കണം. നോമ്പ് വെക്കണവർക്ക് മാത്രമേ ഈ ഭക്ഷണമൊക്കെ കൊടുക്കൂലേ. അപ്പഴക്ക് ബിരിയാണി ഇല്ല, പത്തിരി ഇല്ല, ചട്ടിപ്പത്തിരി ഇല്ല, സമൂസ ഒന്നും തരൂല. പിങ്കുമോളെ വിഷമിക്കൊന്നും വേണ്ട, കാപ്പാനെ പറ്റിച്ചതാ. പിങ്കുമോള് കുഞ്ഞു കുട്ടിയല്ലേ, പിങ്കുമോള് നോമ്പൊന്നും നോക്കണ്ട. നോമ്പ് നോട്ടില്ലെങ്കിൽ എനിക്ക് ഭക്ഷണമൊക്കെ തരൂട്ടോ. നോമ്പ് നോട്ടോ, നോമ്പ് നോട്ടാൽ ഞങ്ങളുടെ സ്കൂൾക്ക് നാളെ വരാലോ. നാളെ അവിടെ ഇഫ്താർ പാർട്ടി കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടാകും. സത്യാണോ? ആരി പെണ്ണെ, പക്ഷെ നോമ്പ് നോക്കണം. എന്നെ നോമ്പ് നോക്കും. ചുമ്മാ പറ്റിച്ചതാ. പിങ്കുമോള് നാളെ നോമ്പ് എടുക്കല്ലോ. എന്നിട്ട് കൊടി കൊടിയെ ഫുഡ് തിന്നും. എല്ലാരും ഉറങ്ങിക്കേ, 3:30 അമ്മ വന്ന് വിളിക്കൂട്ടോ. മക്കളെ മക്കളെ, ലച്ചു ലച്ചു, പാറു, ശിവ എല്ലാരും എണീറ്റേ. പിള്ളേര് 3:30 ആയി. എണീക്ക് ലച്ചു. ഒന്ന് പോ അമ്മ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, ഒന്ന് എണീറ്റേ. ഞാൻ 3 മണിക്ക് എണീറ്റ് ചോറും കറിയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയതാ. ഒന്ന് എണീക്ക്. പിങ്കുമോളെ, നീലമ്മ, എണീക്ക് മോളെ, ഭക്ഷണം കഴിക്കട്ടെ. മക്കളെ ടേബിളിൽ പോയിരിക്കട്ടോ. നീലമ്മ ഇപ്പൊ വിളമ്പി തരേ. പൊടിമോളെ, ആമിക്കുട്ടി, ഈ പിള്ളേരുടെ കാര്യം ഇനി ഞാൻ വിളിക്കത്തില്ലട്ടോ. നോമ്പ് നോക്കാൻ അതിനുള്ളവർക്ക് പോരി. സുലൈമാനെ, എണീക്കടാ. ലച്ചു, ആ പിള്ളേരെ എണീപ്പിച്ചിട്ട് പോര്. ഈ പെണ്ണെ പിന്നെ പറഞ്ഞോ? ഇല്ല അമ്മ, ഇത് വരുന്നേ. എന്താ മക്കളെ കാര്യം? എനിക്കൊരു 100 കൂട്ടം പണിയുണ്ടേ. ഇജൊന്ന് പോയിക്കോടുന്ന്. പെണ്ണ് ഒന്ന് ഉറങ്ങാനും സമ്മതിക്കൂല. എന്താണ് കാര്യം? അങ്ങോട്ട് നോക്ക്, ട്രെയിന് പോലെ അരങ്ങനെ കണ്ട. ട്രെയിന് പോലെ ഉറങ്ങേ. അയ്യോ, എന്തോന്ന് ഓർക്ക പിള്ളേരിത്. പോത്ത പോലെ വളർന്നു വിചാരില്ല പെണ്ണിന്. പിള്ളേരെ കണ്ടിട്ട് കഷ്ടാണല്ലോ. ലച്ചു, ഇടി ലച്ചു. അമ്മ നിന്നെ തല്ലേ. എന്തോന്ന് ഓർക്ക പെണ്ണിത്. നിന്നെ കണ്ടിട്ടല്ലേ ഈ കൊച്ചുങ്ങളെ പഠിക്കുന്നേ. ഏത് കൊച്ചുങ്ങളെ കാര്യം അമ്മ പറയുന്നേ? നിന്റെ കണ്ണ് തിരിഞ്ഞു അങ്ങ് നോക്ക്. എന്തോരു ഉറക്കമ്മ. ഇതിന്റെ എപ്പന്റെ ബാക്ക് കൂടി. അമ്മ നിന്നെ തല്ലേ അമ്മ. അമ്മ മിണ്ടാതെ പോണേ. അമ്മ
ശിവ, എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. എനിക്ക് ചേച്ചിയോട് സംസാരിക്കണ്ട. ചേച്ചിയോട് സംസാരിച്ചില്ലാന്ന് വെച്ചിട്ട് ഇവിടെ മാനം ഇടിഞ്ഞു വീഴത്തില്ലല്ലോ. എന്താ ഇവിടെ തല്ലേ? എന്താ തല്ലുന്നേ? അമ്മ, ഈ ശിവ ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കുവാ. ഞാനല്ലമ്മ, ഈ ചേച്ചിയാ. ഒക്കത്തിന് ഉറക്കത്തിന് എണീപ്പിച്ച പ്രാന്താ. ഇങ്ങനെ വഴക്കിട്ടെ ആരും നോമ്പെടുക്കണ്ട. എല്ലാരും പോയി കിടന്നോറിങ്ങേ. പോയി കിടന്നോർക്ക പിള്ളേരെ. ആമിക്കുട്ടി സുലൈമാനോട് ഇരിക്കെ, ഞാൻ ഫുഡ് കൊണ്ടുവരാം. അമ്മേ, ഞങ്ങൾക്ക് നോമ്പെടുക്കണം. മക്കൾ നാളെ നല്ലൊരു കാര്യം ചെയ്യാൻ പോവല്ലേ, എന്തിനു വഴക്ക് കൂടി തുടങ്ങുന്നേ? ആമിക്കുട്ടിനെ സുലൈമാനെ നോക്കിക്കേ, എന്ത് സന്തോഷമായിട്ടിരിക്കുന്നേ. നോമ്പ് നോക്കിട്ട് ഇങ്ങനെ വഴക്ക് കൂടാനൊന്നും പറ്റത്തില്ല. നല്ല മനസ്സോടെ ഇരിക്കണേ. സോറി അമ്മ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇനി വഴക്ക് കൂടത്തേയില്ല. നോമ്പ് നോക്കി ഞങ്ങൾ നല്ല കുട്ടികളാൻ പോവാ. നല്ല കഥ. ഒരു ദിവസം നിങ്ങൾ വഴക്ക് കൂടാതെ നിൽക്കേ. നടന്നു തന്നെ. അമ്മയാണ് സത്യം. ഇന്ന് നോമ്പ് പിടിച്ച ദിവസം ഞങ്ങൾ ആരും വഴക്ക് കൊടുത്തില്ല. എന്നെ തൊട്ടെന്നെ സത്യം ചെയ്യണം മോളെ. മക്കളിരിക്കെ, ഞാൻ ഫുഡ് കൊണ്ടുവരാട്ടോ. എന്താ കഴിക്കാറുള്ളേ? ചോറിന്റെ കൂടെ ചീരത്തോരനും മീൻ പൊരിച്ചത് അച്ചാറുണ്ടേ. ഇനി ചോറ് തിന്നാത്തവർക്ക് നൂലപ്പുണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഏതാ മക്കൾക്ക് വേണ്ടേ? എനിക്ക് ചോറ് മതിയമ്മ. എനിക്ക് നൂലപ്പും ചിക്കൻ കറി മതിയില്ലമ്മ. എനിക്കത് മതി. ഇന്ന് ഇച്ചത് മതിയേ. അല്ല, പാർക്കുട്ടി എവിടെ? അവൾ എത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. അവള് ടോയ്ലറ്റിൽ പോയിട്ട് ഇപ്പോ വരാന്ന് പറഞ്ഞിരുന്നില്ലമ്മ. ആ, നല്ല കഥ. എന്നാ കൊച്ചവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അമ്മുക്കുട്ടിയെ നീ പോയിട്ട് വിളിച്ചോണ്ട് വന്നേ. ബാങ്ക് വിളിക്കാനേക്കണാ? ഏയ് ഇല്ല അമ്മുക്കുട്ടിയെ, 4 മണിയിലായിട്ടുള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാരും നല്ല വെള്ളം കുടിച്ചേക്കണം കേട്ടോ. ഉള്ളിൽ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ലല്ലോ. പാർക്കുട്ടി, പാർക്കുട്ടി, നീ അവിടെ എന്തെടുക്കുവാ? ഉറങ്ങുവാണോ? പാർക്കുട്ടി, ഇത് അമ്മുക്കുട്ടിയാ. ആര്? അമ്മുക്കുട്ടിയാ? നീ എപ്പോഴാ എന്റെ വീട്ടിൽ വന്നേ? എടി, നിന്നെ നീലമ്മ വിളിക്കട്ടെ. ശല്യപ്പെടുത്താതെ പോടി. നീക്കിട്ട് നോമ്പ് എടുക്കണമെങ്കിൽ പോരെ. അല്ല പിന്നെ. നോമ്പ് നോക്കണം. ഇതേതാ സ്ഥലം? അപ്പൊ ഇന്നലെ രാത്രി മുഴുവൻ ടോയ്ലറ്റിലാണോ കിടന്നുറങ്ങിയേ? ആരൊക്കെയാ നൂലപ്പം ചിക്കൻ കറി പറഞ്ഞേ? ഞമ്മളും ആമിക്കുട്ടിയും അമ്മുക്കുട്ടിയും പിങ്കുമോളും. അല്ല, പാറുക്കുട്ടിനെ വിളിക്കാൻ പോയി അമ്മുക്കുട്ടി ഇതുവരെ വന്നില്ലേ? ഞാൻ വന്നില്ലമ്മ. പാറുക്കുട്ടി എവിടെ മോളെ? ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ പിങ്കുമോളോ? പിങ്കുമോളുണ്ട് കൂടെ. എന്നാ മക്കളെ കഴിക്കട്ടോ, ഞാൻ ചോറ് കൊണ്ടുവരേ. നൂൽപുട്ട് ചിക്കൻ കറി എങ്ങനെയുണ്ട് മക്കളെ? നല്ല രസമുണ്ട്. നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കണം മക്കളെ. ഇന്ന് രാത്രി ഫോൺ വിളിച്ചപ്പോ പറഞ്ഞേ ആമിക്കുട്ടി സുലൈമാനൊന്നും പുലർച്ചയ്ക്ക് ചോറ് തിന്നത്തില്ലാന്ന്. അതുകൊണ്ട് മക്കൾക്ക് പ്രത്യേകം ഉണ്ടാക്കിയതാ ചിക്കൻ കറി നൂൽപുട്ടൊക്കെ. നന്നായിട്ട് കഴിക്കണം മക്കളെ. നീലമൊക്കെ ഞങ്ങളോട് നിന്നിട്ട് ഇടങ്ങാറായാ. എന്തൊക്കെ മക്കളെ പറയുന്നേ? നിങ്ങൾ വന്ന ബുദ്ധിമുട്ടായിരുന്നോ? അങ്ങനെ ഞാൻ മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല. എന്നാ നീലമ തിന്നോ, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്ത് പിന്നെ ഒന്നും തിന്നാൻ പറ്റൂല. എന്നിട്ട് വാ പാറു ചേച്ചിയെ. പാർക്കുട്ടി, നീ പാർക്കുട്ടി, നീ എണീക്കുന്നുണ്ടോ അതോ ചൂലെടുക്കണോ? ഞാൻ എപ്പോഴേ എണീറ്റമ്മ. നിനക്ക് നോമ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്ക്. എനിക്ക് നോമ്പ് എടുക്കണം. നിനക്ക് ചോറാ വേണ്ടേ നൂൽപുട്ടാ വേണ്ടേ? ചോറ്. എനിക്ക് ചോറ് മതി. പിങ്കുമോളെ, എന്താ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നീ അമ്മ വന്ന് പറഞ്ഞേക്കണേ. ഓക്കേ സെറ്റ്. പാറു, പാറു ചേച്ചി, നീലമ്മ വരുന്നുണ്ട്. യ്യോ, ഇത്ര പെട്ടെന്ന് വന്നോ? എല്ലാരും വേഗം കഴിച്ചേ, ഇനി അരമണിക്കൂറേ ഉള്ളൂ. നീലമ്മ, ഇനി ചോറുണ്ടോ? അയ്യോ, ചോറ് കഴിഞ്ഞല്ലോ മക്കളെ. യ്യോ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അപ്പൊ നൂൽപുട്ടുണ്ടോ? അതും കഴിഞ്ഞു മക്കളെ. ഈ ഒരു പ്ലേറ്റ് മാത്രമേ എനിക്ക്. ഇത് എനിക്കൊന്നും ആവത്തില്ലല്ലോ. സൂപ്പർ ഐഡിയ. പാറു ചേച്ചി നല്ല ഉറക്കത്തില്ല. പാറു ചേച്ചിയുടെ വീട്ടിൽ ആദ്യം നിന്നാ, എന്നിട്ട് എന്റെ വീട്ടിൽ തിന്നാ മതി. എല്ലാരും നല്ല ഫുഡിലാണല്ലോ. ഇത് തന്നെ പറ്റിയ അവസരം. ആദ്യം മീമി തിന്നാ. പാറു ചേച്ചി, പാറു ചേച്ചി. ഇനി ചീരത്തോരൻ തിന്നാ. ഇനി ചോറ് മുഴുവൻ തിന്നാ. പാറുക്കുട്ടി, പാറു ചേച്ചി, നീലമ്മ വന്നു. ചോറ് താമേ. ആഹാ, മക്കളെ അമ്മ തന്ന ചോറ് മുഴുവൻ തിന്നല്ലോ. ഇനി രണ്ടാമത്തെ ട്രിപ്പിനുള്ള ചോറില്ല മക്കളെ, എല്ലാം കഴിഞ്ഞേ. ഞാനിപ്പോ തിന്നേ. ആഹാ, നിങ്ങളുടെ ഭക്ഷണം കഴിക്കൽ ഇതുവരെയായിട്ടും കഴിഞ്ഞില്ലേ? പാറുക്കുട്ടിക്ക് ഇപ്പല്ലേ കൊടുത്തുള്ളൂ, അവൾ മുഴുവൻ തുടച്ചു തിന്നല്ലോ. ചിലപ്പോ ഉറങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അതോ ഒന്നും ഓർമ്മയില്ലാത്തേ. പക്ഷെ നന്നായിട്ട് വിശക്കുണ്ടല്ലോ. അമ്മേ, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? ഇന്ന പാറുക്കുട്ടിയെ എന്തേ നുള്ളി പറ്റി തിന്നേ? വേഗം തിന്നൂട്.